ഇവളും അതിന്റെ അപ്പുറം, ഞാൻ അതിന്റെ അപ്പുറം. അപ്പൊ ഞാൻ നോക്കുമ്പോണ്ടേ ഇവൾക്ക് എത്ര ഉയരം ഉണ്ടാവൂല്ലേ? അപ്പൊ ഇവിടെ കല്ലിന്റെ പുറത്ത് എനിക്ക് അങ്ങനെ തന്നെ കേട്ടോ പോയി. ഞാൻ ആദ്യം വിചാരിച്ച മൂപ്പര് ഇതാണെന്നാണ്, സാറാണെന്നാണ് വിചാരിച്ചത്. ഞാൻ സാറെന്ന് വിചാരിച്ചിട്ടാണ് എനിക്കത് റെസ്പെക്ട് തരാൻ വേണ്ടി വന്നതാ. അല്ല അല്ല, അതിന് മനസ്സിലായത് സാറൊന്നല്ലാതെ. അപ്പൊ തന്നെ മനസ്സിലായോ? അപ്പൊ ഞാൻ അന്നേനെ ഇതിന് ഞാൻ ഒഴിവാക്കിയിട്ടാണ്. കാരണം ഇത്ര ദൂരത്തേക്ക് എന്റെ അമ്മാനോട് പറഞ്ഞാ മതി, എന്റെ അമ്മ ഓടിക്കോടുന്നു. എല്ലാം ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ആയി, പിന്നെ കോളായി, പിന്നെ വീട്ടില് വിളിക്കലായി. അത് വീട്ടില് ആങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു. അപ്പൊ ആങ്ങളൊക്കെ ഉണ്ടോ പേടിക്കണം. നോക്കട്ടെ ഫോട്ടോ അയക്കാൻ പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ ജിമ്മില് പോണ സമയമാണ്. ജിമ്മത്തെ ഒരു ഫോട്ടോ അയച്ചു ചങ്ങായി വീട്ടിലെ കട്ടളയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ, ബാഹുബലി പോലെ. പടച്ചോന് ഇത് മൂർക്കമാവുള്ള ചാട്ടിയത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കാണലുണ്ട്. ഇപ്പൊ ഈ ഒരു ഗേൾ ഫ്രണ്ട് ആയ സമയത്ത്, വൈഫ് ആയ സമയത്ത്, ഇപ്പൊ അമ്മയായല്ലോ, ഈ സമയത്തൊക്കെ എങ്ങനെ ചക്രയില് മാറ്റം എന്താ ഫീൽ ചെയ്യുന്നത് ശരിക്കും? എപ്പോഴും ഭദ്രകാളി സെയിം മോഡായിരിക്കും. മാറ്റങ്ങള് പിന്നെ ഗേൾ ഫ്രണ്ട് ആവണോ വൈഫ് ആവണോ അമ്മ ആവണോന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ കുറച്ച് ആദ്യത്തെ ഒരു പുതുമോടി എപ്പോഴും ഉണ്ടാവും. പിന്നെ പിന്നെ മെല്ലെ 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 പിന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ പോകും. ഡെലിവറി എങ്ങനെയായിരുന്നു ശരിക്കും? കോംപ്ലിക്കേറ്റഡ് ഓർമ്മയില്ലേ? ഓർമ്മൊക്കെ ഉണ്ട്. ഞാൻ സ്യൂട്ട് റൂമിൽ കയറിയല്ലോ. ഞാൻ സ്യൂട്ട് റൂമിൽ കയറി. ഏറ്റവും കൂടുതൽ ടെൻഷൻ അവിടെ നേഴ്സുമാരെന്താ പറഞ്ഞെന്നറിയോ, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഭർത്താവിനെ കാണുന്നത് സ്യൂട്ട് റൂമിൽ കയറിയിട്ട്. ഞാൻ അവിടെ വേദനിച്ചിട്ട് അങ്ങ് മരിക്കുവാനായി നിൽക്കുക. അപ്പുറത്ത് നിന്ന് ചായ വരുമ്പോഴിരുന്നു. ഞാനേ 10 മണിക്ക് കയറിയതാണ്. എന്റെ ഉപ്പ പോയിട്ട് ഇവൾക്ക് കുടിക്കാൻ വേണ്ടിട്ട് കഞ്ഞിയും എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൊടുന്നു. അല്ല ഇവള് കുറച്ച് കുടിച്ചിട്ട് അവിടെ വെച്ചു. ഞാൻ നോക്കിയപ്പോ ഒന്നും നോക്കില്ല. എനിക്കാണെങ്കിൽ വയറുവശം കണ്ണിൽ ഇരുട്ട് കയറി. ഞാൻ പറഞ്ഞു ഈ ഒരു പണിയിൽ അവിടെ കിടന്നു, ഞാൻ ഇതൊക്കെ കഴിക്കാന്ന് പറഞ്ഞു. ഞാൻ കഞ്ഞി കുടിച്ച് ലേബർ പിന്നെ നല്ല വിഷം വയറിനറിയപ്പോ ഡെലിവറി അടക്കാൻ പോകും. കഞ്ഞി കുടിക്കുന്ന സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാ. അങ്ങനെ ഞാൻ ഒക്കെ കടിച്ചു പിടിച്ച് അത്ര നേരം നിന്നു. പക്ഷെ ഏറ്റവും പീക്ക് ലെവല് നിൽക്കുമ്പോഴാ ചായയും മറ്റേതൊക്കെ കഴിച്ചോണ്ടിരിക്കും. 6-6:30 മണിയൊക്കെ ആയപ്പോ ചായ കുടിക്കണം തോന്നി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. യൂട്യൂബ് ആയാലും നമ്മളിപ്പോ സോഷ്യൽ മീഡിയ ആയാലും ഒക്കെ ഇവിടെ വന്നതിന് ശേഷമാണ്, ആള് വന്നതിന് ശേഷമാണ് ഞാനൊരു ആ ഫീൽഡിലേക്ക് എത്തിയതും ഒക്കതും ഇവിടെ നിന്നുള്ളൊരു തുടക്കമായിരുന്നു. അപ്പൊ അതിനൊക്കെ അവൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. കാരണം ഇവരിപ്പോ ഓൾറെഡി കുറെ നാളുകൊണ്ട് ഒരു ഫീൽഡിൽ ഉണ്ടല്ലോ. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ പെട്ടെന്ന് തുടങ്ങണം. അപ്പൊ എന്തൊക്കെ എങ്ങനെ ചെയ്യണം, ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്ത് എനിക്കറിയില്ല. അപ്പൊ ആ സമയത്ത് കുറെ അതിൽ തന്നെ അതാണ് സ്റ്റാർട്ടിങ് പറയണത്. അതിൽ നിന്ന് തന്നെ ഒരു സപ്പോർട്ട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോ അതൊന്നും മാത്രമല്ല, നമ്മുടെ ലൈഫിന്റെ എന്തൊരു കാര്യം ആയിക്കോട്ടെ, ഒരു പ്രോബ്ലം ആയിക്കോട്ടെ, എന്തായാലും ആണ് സപ്പോർട്ടീവ് ആണ്. എനിക്കൊന്ന് ചക്രേന്റെ ചേട്ടന് പറ്റിയിട്ടുള്ള ഒരു അളിയനെയാണ് കിട്ടിയിട്ടുള്ളത്. അവിടെ പോയി കഴിഞ്ഞാൽ ഇവര് രണ്ടാളും ഭാര്യ ഭർത്താവ്. അല്ല അത് ഇവര് നാത്തൂനും ഇടക്കിടക്ക് പറയും. ഇവരെ പിന്നെ അവിടെ പോയി കഴിഞ്ഞാല് നമ്മളെ ബോണ്ട് അളിയനെന്ന് പറഞ്ഞൊരു ബോണ്ടല്ല. ഞങ്ങൾ പന്ത് കളിക്കാൻ പോയാലും എവിടെ പോയാലും ആളുടെ കൂടെ ഞാൻ എപ്പോഴും ഞങ്ങൾ രണ്ടും ഒരുമിച്ച് അങ്ങനെ തന്നെ പോലെ. അപ്പൊ ഇവര് പറയും ഭാര്യയും ഭർത്താവും പുറത്തിറങ്ങി എന്ന് പറയും. അപ്പൊ ആര് ബോണ്ടാണ്. ഞങ്ങളെ കൂടെ അധികം നേരം ഉണ്ടായില്ല, രണ്ടാളും ഒപ്പം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ നമസ്കാരം. സെനസത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജന ജോസ് പ്രകാശ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബ് ഫാമിലിയാണ്. ജസുക, ഷഹാന, സ്വാഗതം. കൂടെ മെയിൻ ഗസ്റ്റ് എന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ആളുടെ പേരെന്താ? അലാന. എങ്ങനെ ഈ പേര് കണ്ടുപിടിച്ചേ? പേര് കണ്ടുപിടിച്ചൊക്കെ ഭയങ്കര രസമാണ്. കുറേ ചിന്തിച്ച് ഇവിടെ ഇന്നും വരെ എന്നോട് ചോദിക്കാം ഇങ്ങനെ ഏത് പേര് ഞാൻ പറയും എനിക്കിങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഏതാ നിന്റെ ഇഷ്ടം ഇട്ടോ പറഞ്ഞു. ഇവിടെ നിന്നൊക്കെ കുറെ അന്വേഷിച്ച് കുറെ ഗൂഗിളിലൊക്കെ തപ്പിയിട്ട് കണ്ടുപിടിച്ച് ലാസ്റ്റ് ഈ ഒരു പേരിൽ വന്നെത്തി. അലാന എന്ന് പറഞ്ഞിട്ട് അലാന നിജാസിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു പേര് എവിടെ കേട്ടിട്ടുണ്ടല്ലോ, സംഭവം റൊണാൾഡോന്റെ മകളുടെ പേര് അലാന. ഇവിടെ അത് കണ്ടിട്ടല്ലേ എടുത്തത്, സെലക്ട് ചെയ്തത്. ഇവിടെ അല്ലാതെ ജസ്റ്റ് വിളിക്കാൻ എളുപ്പത്തിൽ കിട്ടണം. കുറെ പേര് സജഷൻ ഞാനും പറഞ്ഞു, കുറെ വായിക്കൊള്ളാത്ത കുറെ പേരുണ്ട്. അതിൽ ഇവിടെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രായമുള്ളവർക്കും വിളിക്കാൻ കിട്ടണം, അത് ഉപ്പാക്കും ഉപ്പാക്കും അവർക്ക് വിളിക്കാൻ കിട്ടണം. അപ്പൊ ഒരു സിമ്പിൾ പേര് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു പേര് കണ്ടുപിടിച്ച് വാലായിട്ട് എന്റെ പേരും കൂടെ പക്ഷെ അവള് ഭയങ്കര സൈലന്റ് എന്ന് തോന്നുന്നല്ലേ? പോയില്ലേ? ഞാൻ പറയായിരുന്നു, ഞാൻ ചക്രനെ ഫസ്റ്റ് മീറ്റ് ചെയ്യണത്
ആൾക്കൊരു 3 മാസം ടൈമുള്ള സമയത്താണ് മീറ്റ് ചെയ്യണേ. അതെ, ഇപ്പൊ പ്രഗ്നന്റ് ആയ ശേഷം കൊച്ചിന് 6 മാസമായി. സോ ഈ ഒരു മാറ്റം എങ്ങനെയുണ്ട്? അടിപൊളിയാ, സൂപ്പറാണ്. നമുക്ക് അല്ല ഒരു എക്സ്പീരിയൻസ് ആണ് അതൊക്കെ കേട്ടോ. പക്ഷെ നമ്മള് ഇങ്ങനെ ഒന്ന് കിട്ടാൻ വേണ്ടിട്ട് ഭാഗ്യം ചെയ്യണം. ശരിക്കും എങ്ങനെയുണ്ട് ഒരു അച്ഛനും അമ്മയൊക്കെ ഉപ്പയും ഉമ്മയായ സമയത്തുള്ള ഒരു മാറ്റം? ത്യജിക്കണം, മെയിനായിട്ട് സാക്രിഫൈസ് ചെയ്യുന്നത് ഉറക്കം. മെയിനായിട്ട് അതാണ്. പിന്നെ കുറെ ക്ഷമ പഠിക്കണം, പിന്നെ ചെയ്യാത്ത ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ശീലിക്കണം. പിന്നെ ഇതിന്റെ ഒരു കാര്യമാണ്. ഏതൊക്കെ കാർട്ടൂൺ കാണാൻ തുടങ്ങി? മറ്റേതേ പിന്നെ നമ്മള് കല്യാണം കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ വണ്ടിയിൽ പോകുമ്പോ കാറിൽ പോകുമ്പോഴായാലും അടിച്ചുപൊളി അടിപൊളി വൈബ് പാട്ടൊക്കെ ഉള്ളത്. അപ്പൊ പിന്നെ സ്ക്രീൻ ഉള്ളതുകൊണ്ട് അതിനകത്ത് പിന്നെ എന്താണ് കാർട്ടൂണ്, പിന്നെ കാത്തു, കുഞ്ചിയമ്മ ഇതൊക്കെ പറ്റുള്ളൂ. ആണ് നമ്മളെ വൈബിനകത്തൊന്നും പറ്റില്ല. അവരുടെ വൈബിനകത്ത് നമ്മൾ മുന്നോട്ട് പോകണം. ഉമ്മാന്റെ കയ്യില് മകളെ ഞാൻ കൈമാറാണ്. എനിക്കത് പറഞ്ഞ 3 പേരും ഒരേ കളർ ഇട്ടിരിക്കുക. ഞാൻ എന്ത് കളർ ഇടണോ രണ്ടാള് പിന്നെ കളർ ആളാണ് കളർ ചൂസ് ചെയ്യുക, ബാക്കി അതിനകത്ത് കളർ ഇട്ടോളാം. അതാണ് നിയമം. ഇപ്പൊ ഞാൻ ഈ വീഡിയോസിന്റെ കമന്റ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇപ്പൊ പറയും എനിക്കൊന്ന് ചക്രേന്റെ ചേട്ടന് പറ്റിയിട്ടുള്ള ഒരു അളിയനെയാണ് കിട്ടിയിട്ടുള്ളത്. അവിടെ പോയി കഴിഞ്ഞാൽ ഇവര് രണ്ടാള് ഭാര്യ ഭർത്താവ്. അത് ഇവര് നാത്തൂനും ഇടക്കിടക്ക് പറയും. ഇവരെ പിന്നെ അവിടെ പോയി കഴിഞ്ഞാല് നമ്മളെ ബോണ്ട് അളിയനെന്ന് പറഞ്ഞൊരു ബോണ്ടല്ല ഞങ്ങള്. ശരിക്കും ഞങ്ങള് പിന്നെ ഫ്രണ്ട്സിനെ പോലെയാണ്. നമ്മള് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സിനെ പോലെയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ആളിപ്പോ പുറത്ത് വിട്ടുമ്പോ ഞാനും ആളപ്പം പുറത്താവും. വൈകുന്നേരം ആയാലും പുറത്തു പോയാലും അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പന്ത് കളിക്കാൻ പോയാലും എവിടെ പോയാലും ആളുടെ കൂടെ ഞാൻ എപ്പോഴും ഞങ്ങൾ രണ്ടും ഒരുമിച്ച് അങ്ങനെ തന്നെ പോലെ. അപ്പൊ ഇവര് പറയോ ഭാര്യയും ഭർത്താവും പുറത്തിറങ്ങി എന്ന് പറയും. അപ്പൊ ആര് പോകണ്ടാണ് ഞങ്ങളെ കൂടെ അധികം നേരം ഉണ്ടായാലും രണ്ടാളും ഒപ്പം എന്നാലേ ഞാനിപ്പോ ഓർക്കായിരുന്നു ഒരു സമയത്ത് വീട്ടിൽ പിടിക്കണോ ആൻഡ് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, കല്യാണം നടത്തുന്നു, ആൻഡ് ആഫ്റ്റർ ബേബി ആവുന്നു. ഇപ്പം അവർക്കൊക്കെ ഭയങ്കര പ്രിയപ്പെട്ട ആളായിട്ട് മാറുന്നു. ആ ഒരു യാത്ര നിങ്ങൾ ഓർക്കുമ്പോ എങ്ങനെയാ? നമ്മൾ ഓർമ്മയെന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും ഇപ്പോഴും അതൊക്കെ ഒരു സ്വപ്നമാണ്. കറക്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം മുന്നേ ഇവിടെ എന്നോട് റൂമിൽ കിടക്കാൻ പറഞ്ഞു നമുക്കൊരു കുട്ടിയായില്ലേ. ഞാൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കാൻ പറ്റുന്ന ചോദിച്ചാൽ ഒക്കെ പെട്ടെന്നായിരുന്നു. ശരിയാണ്, ഒക്കെ പെട്ടെന്നായിരുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞതും അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞതും പിന്നെ ബേബി ആയതും ഒക്കെ പെട്ടെന്നായിരുന്നു. ഫീൽ ചെയ്യുന്നത് ഇപ്പൊ ഈ ഒരു ഗേൾ ഫ്രണ്ട് ആയ സമയത്ത്, വൈഫ് ആയ സമയത്ത്, ഇപ്പൊ അമ്മയായല്ലോ, ഈ സമയത്തൊക്കെ എങ്ങനെ ചക്രയില് മാറ്റം എന്താ ഫീൽ ചെയ്യുന്നത്? ശരിക്കും എപ്പോഴും ഭദ്രകാളി സെയിം മോഡ് അതായിരിക്കും. മാറ്റങ്ങള് പിന്നെ ഗേൾ ഫ്രണ്ട് ആവണോ വൈഫ് ആവണോ അമ്മ ആവണോന്നും ഇല്ലല്ലോ. അപ്പൊ കുറച്ച് ആദ്യത്തെ പുതുമോടി എപ്പോഴും ഉണ്ടാവും. പിന്നെ പിന്നെ മെല്ലെ 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 അഡ്ജസ്റ്റ് ചെയ്ത് പോവന്നെ. പിന്നെ അങ്ങനെ തന്നെ പോകും. ശരിക്കും ചക്രലിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ? ശരിക്കും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുമ്പോ ആളൊക്കെ തന്നെ സപ്പോർട്ടാണ് എനിക്ക്. ഇതിപ്പോ നമ്മുടെ ഇപ്പൊ യൂട്യൂബ് ആയാലും നമ്മളിപ്പോ സോഷ്യൽ മീഡിയ ആയാലും ഒക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനൊരു ആ ഫീൽഡിലേക്ക് എത്തിയതും ഒക്കെ ഇവിടെ നിന്നുള്ള തുടക്കമായിരുന്നു. അപ്പൊ അതിനൊക്കെ അവൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞൊരു ഇങ്ങനെ, കാരണം ഇവരിപ്പോ ഓൾറെഡി കുറെ നാളുകൊണ്ട് ഒരു ഫീൽഡിൽ ഉണ്ടല്ലോ. അപ്പൊ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ പെട്ടെന്ന് തുടങ്ങണം. അപ്പൊ എങ്ങനെ ചെയ്യണം, ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്ത് എനിക്കറിയില്ല. അപ്പൊ ആ സമയത്ത് കുറെ അതാണ് സ്റ്റാർട്ടിങ് പറയണത്. അതിൽ നിന്ന് തന്നെ ഒരു സപ്പോർട്ട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോ അതൊന്നും മാത്രമല്ല, നമ്മുടെ ലൈഫിന്റെ എന്തൊരു കാര്യം ആയിക്കോട്ടെ, ഒരു പ്രോബ്ലം ആയിക്കോട്ടെ, എന്തായാലും ആള് സപ്പോർട്ടീവ് ആണ്. ശരിക്കും ഞാൻ വിചാരിക്കുന്നു എങ്ങനെ ഈ നമ്മുടെ മലപ്പുറത്തുനിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഇത്ര ദൂരെ എങ്ങനെയാ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് വിടുമ്പോഴേ ഉമ്മാന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? അത് അന്നെന്ന് മാത്രല്ല, അത് ഇവിടെ നിന്നാണെങ്കിൽ അങ്ങനെ തന്നെ, അവിടെ നിന്നാണെങ്കിൽ അങ്ങനെ തന്നെ. ഇവിടെ നിന്ന് ഇപ്പൊ നമ്മള് 1 മാസം ഇവിടെ നിന്നിട്ട് ഞാനും ചക്രയും കൂടിയിട്ട് പാലക്കാട്ടേക്ക് കുറച്ച് ദിവസത്തിന് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഉമ്മാക്കും ഉപ്പൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര സങ്കട വിഷമമാണ്. അത് അവിടെ നിന്ന് കുറച്ച് ദിവസം നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ആളുടെ ഉമ്മാക്കും അങ്ങനെ തന്നെയാണ്, എപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് ഇപ്പോഴും കാരണം കുറച്ച് 2 ദിവസം കഴിഞ്ഞ സംഭവം മാറും, ആ നോർമൽ ലെവലിലേക്ക് എത്തും. പക്ഷെ അത്രയും ദിവസം അവിടെ നിന്നിട്ട് നമ്മൾ പോകുമ്പോ ആ ഒരു ശൂന്യത ഉണ്ടല്ലോ, അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ തന്നെയാണ്. ഞങ്ങള് പോവാണെങ്കിൽ ഒരു 2 ആഴ്ച മാസം നിന്നാ ചിലപ്പോ ഞാൻ അവിടെ 1 മാസം. അങ്ങനെ നിൽക്കാറുണ്ട്. എന്നാലും നമുക്കത്
മാനേജ് ഇതാക്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് പോയി വരിക പറഞ്ഞ ബുദ്ധിമുട്ടാണ്. അടുത്താണെങ്കിൽ പ്രശ്നമല്ലല്ലോ, അതെ. ദൂരാവോണ്ട് പിന്നെ അല്ല പോകുമ്പോ ഇത്ര ദൂരെ നാളെ എങ്ങനെ കണ്ടുപിടിച്ചേ? ആ കഥ ഞാൻ കേട്ടിട്ടില്ല. ഇല്ല ഞാൻ കേട്ടിട്ടില്ല ശരിക്കും. നിങ്ങള് പ്രണയ വിവാഹമാണെന്ന് എനിക്കറിയാം. വീട്ടില് ഫോണില് വീഡിയോ കോളിൽ പിടിച്ച കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ഇന്റർവ്യൂ പറഞ്ഞത്. പക്ഷെ ഇത്ര ദൂരെയുള്ള ആളെ എങ്ങനെ കണ്ടുപിടിച്ചു? കൊറോണ സമയത്താണ്. കൊറോണ സമയത്ത് ഞാന് ഫസ്റ്റ് ഗൾഫിൽ പോയിട്ട് ഞാൻ രണ്ടാമത്തെ ലീവ് വന്നിരിക്കുന്ന ടൈമാണ്. അപ്പൊ ഗൾഫിൽ ആ ടൈമിൽ കൊറോണ ആയിട്ട് ഞാൻ ലീവ് വന്നിരിക്കുന്ന സമയത്ത് ക്വാറന്റൈൻ ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെയും ജോലി കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ നിൽക്കുകയാണ്. അല്ലെ വെറുതെ ഇവിടെ എന്തായാലും പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഇവളുടെ സ്കൂളിൽ NSS ഉണ്ടായിരുന്നു, നമ്മുടെ നാഷണൽ സർവീസ് സ്കീം ഉണ്ടായിരുന്നു. അപ്പൊ ഇവള് അതിലുണ്ടായിരുന്നു. ഇവളത് ലീഡർ ആയിരുന്നു. ലീഡർ ആയിരുന്നില്ലേ? ലീഡർ ആയിരുന്നു. ഇനി വേറെ എന്തെങ്കിലും ലീഡർ ആയിരുന്നു. അതില് പിന്നെ ക്യാമ്പ് നടക്കുന്ന ഒരു സമയമാണ്. ക്യാമ്പ് നടക്കവേ ആ ക്യാമ്പിന് എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടറോ അത് നോക്കാൻ വേണ്ടിട്ട് ഒരു സാറ്, അത് വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്നാവും വരുന്നത്. അപ്പൊ ആ ക്യാമ്പിൽ നോക്കാൻ പോയ ആള് നമ്മളെ നാട്ടിലുള്ള ഒരു ആളായിരുന്നു, നമ്മളെ നാട്ടിലുള്ള ഒരാളായിരുന്നു. അപ്പൊ ആളെന്നോട് ഇങ്ങനെ ചോദിച്ചു, നിനക്ക് പാലക്കാട് പോകേണ്ട വരണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, കൊറോണ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വയ്യാറ്. അപ്പം പറഞ്ഞു അതൊന്നും പ്രശ്നമൊന്നുമില്ല, സത്യവാങ്മൂലം സെറ്റപ്പ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് റെഡി ആക്കിയിട്ട് പോവാം, അതൊന്നും പ്രശ്നം, നീ പേടിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ഇനി ചെലവിന് പൈസ ഇല്ല, എന്റെ കയ്യിൽ കാരണം പണിയില്ല, ഒന്നുമില്ല, പൊട്ടിക്കണേ ആ സമയത്ത് വട്ടപ്പുലി എത്തിക്കണേ. അപ്പൊ ഞാനൊന്നും ചെലവൊന്നും നോക്കണ്ട, നീ പോരണമെങ്കിൽ പോലും ചെലവാക്കാൻ നോക്കിക്കോളാം, പോയി ഒന്ന് കറങ്ങി വരാറിഞ്ഞു. ആയിക്കോട്ടെ പിന്നെ വരാറിഞ്ഞു. അതിൽ ഞങ്ങള് പോയിട്ട് അവിടെ ആള് പോയി ആളുടേതായ ഡ്യൂട്ടി കാര്യങ്ങളോട് ഒറ്റ ദിവസം കൊണ്ട് കുറച്ച് നേരം കൊണ്ട് അതൊക്കെ ചെയ്തു. ഞാനവിടെ ഉണ്ടായിരുന്നു, സ്കൂളിന്റെ പുറത്തുണ്ടായിരുന്നു. അതിൽ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് കാണുന്നത്. ആ ഫസ്റ്റ് കാഴ്ച ഓർമ്മയുണ്ടോ? ഓർമ്മിപ്പിക്കല്ലേ ഒരു അപാര വലിയൊരു മനുഷ്യൻ അല്ലേ. ഇവിടെ മതിലിന്റെ അപ്പുറം, ഞാൻ മതിലിന്റെ അപ്പുറം. അപ്പൊ ഞാൻ നോക്കുമ്പോണ്ടേ ഇവർക്ക് എത്ര ഉയരം ഉണ്ടാവില്ലേ? അപ്പൊ ഇവിടെ കല്ലിന്റെ പുറത്ത് അങ്ങനെ പോയി ഇവിടെ തന്നെ കറക്റ്റ് ഉയരം കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇത്ര ഉയരം ഉണ്ടെന്ന് ഇപ്പോൾ ഉയരം കാണാൻ പറ്റുന്നില്ല, കാരണം കഴുത്ത് മാത്രമല്ലേ ഉള്ളൂ. മറ്റേ ഒരു സിനിമയില് പറഞ്ഞിട്ട് എന്താണ് ഉത്തമൻ ചേട്ടാ, അതേപോലെ തല മാത്രം കാണാൻ പറ്റില്ല. പൊക്കം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളൊന്ന് കാണലുണ്ട്. അറിയപ്പോ ആളെ കണ്ട് മനസ്സിലായി പോലിച്ചാ. പിന്നെ ഹൈറ്റ് കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. അല്ലെ നിങ്ങൾ ആദ്യം കാണുന്നത് സ്കൂളിൽ നിന്ന് ഈ പറഞ്ഞ NSSന്റെ ക്യാമ്പിൽ വെച്ച് കാണുന്നു. സോ നിങ്ങൾ എങ്ങനെ മതിലിന്റെ രണ്ടപ്പുറത്ത് നിന്നു? ആരാണ് എങ്ങനെയാ മതിലിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് കാണണേ? സ്കൂളിന്റെ മതിലുണ്ടാവൂലേ, അപ്പൊ ഇവിടെ സ്കൂളിന്റെ അപ്പുറം ഞാൻ വെളിയിൽ നിൽക്കല്ലേ. ഓക്കെ അങ്ങനെ വിചാരിച്ച മൂപ്പര് ഇതാണെന്നാണ്, സാറാണെന്നാണ് വിചാരിച്ച്. അങ്ങനെ വിചാരിച്ചു പോയതാ. ഞാൻ സാറെന്ന് വിചാരിച്ചിട്ടാണ് എനിക്കത് തെറ്റായത്. അല്ല അത് മനസ്സിലായത് സാറൊന്നല്ലാതെ. കന്നനെതിരെ ഞാൻ ഒഴിവാക്കിയിട്ടാണ്. കാരണം ഇത്ര ദൂരത്തേക്ക് എന്റെ അമ്മാനോട് പറഞ്ഞാ മതി, എന്റെ ഓടിക്കോടുന്ന്. വേറെ രസമുണ്ട്. അത് ഇവിടെ മൂത്ത താത്തനെ കല്യാണം കഴിച്ചത് പിന്നെ തമിഴ്നാട്ടിലാണ്. അപ്പൊ ഇവളെങ്കിലും അടുത്ത് നിർബന്ധം ഉണ്ടായിരുന്നു. അവളെ വിട്ടുകൊടുക്കും, അവളെന്തെങ്കിലും പൊക്കിയില്ലേ. ഇല്ല നിങ്ങളിത് അന്ന് കണ്ടിട്ട് എങ്ങനെയാ ഈ കോണ്ടാക്ട് തുടങ്ങണ? ഈ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാം നമ്പർ തപ്പി? പിന്നെ ഇൻസ്റ്റാഗ്രാം വഴിയായിരുന്നു. ഇൻസ്റ്റാഗ്രാം ID വാട്സാപ്പായി, പിന്നെ കോളായി, പിന്നെ വീട്ടില് വിളിക്കലായി. അല്ല ആളാ സമയത്ത് പോപ്പുലർ ആണല്ലോ, ഇപ്പം ബ്ലോഗിലൂടെയും. അല്ല പക്ഷെ മൂപ്പർക്ക് അറിയില്ലായിരുന്നു ഞാൻ അങ്ങനെ പോപ്പുലർ ആണ്. അറിയില്ലായിരുന്നു. പ്രത്യേകത തന്നെ, ഞാൻ ആരോട് പറയൂല. അന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് യൂട്യൂബിൽ അവരങ്ങനെ അത്ര പോപ്പുലർ അല്ല, ടിക്ടോക്ക് ആയിരുന്നു. അപ്പൊ ടിക്ടോക്കില് ഞാൻ ഗൾഫിലിരിക്കുമ്പോഴായാലും അളിയന്റെ വീഡിയോ കാണലുണ്ട്. അപ്പൊ പിന്നെ ഇവര് പിന്നെ ഇവളൊന്നും അത്ര അങ്ങനെ പോപ്പുലർ ആയിരുന്നില്ല, യൂട്യൂബിലൊന്നും അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ എനിക്കും അല്ല ഏകദേശം ആ ഒരു ടൈമാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ യൂട്യൂബിൽ എന്തായാലും അത്രയല്ല. ഗൾഫിൽ വെച്ച് ഞാൻ അളിയന്റെ വീഡിയോ ഒക്കെ ടിക്ടോക്കിലേക്ക് കണ്ടിട്ടുണ്ട്, അവിടെ ടിക്ടോക്ക് കിട്ടുമായിരുന്നു, അവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ഇവിടെ പരിചയപ്പെട്ടതിനൊക്കെ ശേഷം വീട്ടിലാരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു, പരിചയപ്പെടുകയൊക്കെ ചെയ്ത്. അപ്പോഴേ പിന്നെ ഞങ്ങൾ 3 ആൾക്കാരാണ്. താത്താനെ കല്യാണം കഴിച്ചു. അന്ന് നൗഫലിനെ കല്യാണം കഴിഞ്ഞിട്ടില്ല. നൗഫലിനെ അത് വീട്ടിൽ ആങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു. അപ്പൊ ആങ്ങളൊക്കെ ഉണ്ടോ നോക്കട്ടെ, ഫോട്ടോ അയക്കാൻ പറഞ്ഞു. അപ്പൊ അന്ന് നൗഫല് ജിമ്മിൽ പോണ സമയമാണ്. ജിമ്മത്തെ ഒരു ഫോട്ടോ അയച്ചു ചങ്ങായി, വീട്ടിലെ കപ്പളയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ, ബാഹുബലി പോലെ. പടച്ചോന് മൂർക്കമാരുടെ ചവിട്ടിയത് അല്ലല്ല, ആ ഫോട്ടോ പഴയ ഫോട്ടോ. അതില് പണിയാവും അപ്പൊ അത്. പിന്നെ വിചാരിച്ചു പാലക്കാട് എന്തായാലും തല്ല്
വണ്ടി ഓടിച്ചെന്നാലും കൊല്ലത്തോട്ട് വരില്ല, ഇനി എന്നാലും കൊല്ലത്തോട്ട് വരില്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഇനി എന്താ വരട്ടെ വിചാരിച്ചാണ്. പക്ഷെ ഓ പിന്നെ സൈലന്റ് ആണ്, ആ അതുകൊണ്ട് അങ്ങനെ വലിയ ഇതൊന്നും ആക്കൂല. പക്ഷെ വയലന്റ് ആയ വയലന്റും ആണ്. പക്ഷെ നിങ്ങളുടെ ഈ ലവ് വീട്ടില് പിടിക്കുന്നു. എത്ര വർഷത്തെ പ്രണയമായിരുന്നു ശരിക്കും? ഞങ്ങള് എൻഗേജ് ചെയ്യുമ്പോ ഒരു വർഷമായിട്ടുണ്ടായിരുന്നു. എൻഗേജ്മെന്റ് ഇല്ല, ഒരു വർഷം ആയിട്ടില്ല, അതിന്റെ അടുത്ത മാസമായിരുന്നു. അടുത്ത മാസം എൻഗേജ്മെന്റ് ഒരു വർഷം ആവുമായിരുന്നു. 11 മാസമായപ്പോ തന്നെ എൻഗേജ്മെന്റ് ആയി. വീട്ടുകാർ എങ്ങനെയും ഒന്ന് കെട്ടുന്ന അന്ന് കേട്ടാ താല്പര്യം ഉണ്ടായിരുന്നില്ലേ? അല്ല, അങ്ങനല്ല. അവര് പിന്നെ ഇത് ഉറപ്പിച്ച്, പിന്നെ കാക്കുവിന് ഗൾഫ് പോണായിരുന്നു. അപ്പൊ പിന്നെ പറഞ്ഞ് എന്തായാലും എൻഗേജ്മെന്റ് ചെയ്ത് ഉറപ്പിച്ചിട്ട് പോവാ. എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു 10 ദിവസമായപ്പോ ഞാൻ തിരിച്ച് പിന്നെ ഗൾഫിലും കയറി പോയി. അപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞു സക്സസ്ഫുള്ളി ആൻഡ് ബേബി വന്നു. ലൈഫ് വിചാരിച്ചതിനെക്കാട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പൊക്കോണ്ടിരിക്കാം. ഇപ്പൊ ഒരു ഫുൾ ടൈം യൂട്യൂബർ പോലെ തന്നെയല്ലേ, കോണ്ടന്റ് ക്രിയേറ്റർ അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത്, വേറെ ജോലി കാര്യം നോക്കുന്നില്ല, ഇതല്ലേ? ഒന്നുമില്ല, ഇനി എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എങ്ങനെ ഈ ഡെയിലി കോണ്ടന്റ് ക്രിയേഷൻ ഇപ്പൊ ഓൾറെഡി നൗഫലൊക്കെ അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ എന്റെ അടുത്ത് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ യൂട്യൂബ് തുടങ്ങട്ടെ, യൂട്യൂബ് തുടങ്ങാൻ ബുദ്ധിമുട്ടാണോ എന്ന്. ഞാൻ പറഞ്ഞ കാര്യം വെച്ചാൽ യൂട്യൂബ് തുടങ്ങാൻ ഒരു പണിയില്ല, സിമ്പിൾ ആണ്. മൊബൈൽ ഫോണും ഇന്റർനെറ്റും ജിമെയിൽ ഐഡി ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് യൂട്യൂബ് തുടങ്ങാം. പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് പാട്. വെച്ചാൽ മെയിൻ ഇപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും, ഓരോ പിന്നെ ആളെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തണമല്ലോ. അതേപോലെ തന്നെ നമ്മളിപ്പോ ഓരോ ദിവസം എഴുന്നേക്കുമ്പോഴും ഇന്ന് എന്ത് കണ്ടന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന് എന്തൊരു വെറൈറ്റി വീഡിയോ ചെയ്യും. ഇപ്പൊ നമ്മളെ തന്നെ ജസ്റ്റ് നമ്മളെ കാര്യം തന്നെ ചിന്തിച്ച് ചെയ്യാൻ മതി. അതായത് നമ്മൾ ഒരു സിനിമ ഒരു പ്രാവശ്യമല്ലേ കാണുള്ളൂ, അല്ലെങ്കിൽ ഏറെ പേര് 2 പ്രാവശ്യം കാണും, അത്ര ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാത്രം അല്ലേ. അത് 3 നമ്മൾ കാണാൻ നിൽക്കില്ലല്ലോ. അതേപോലെ നമ്മളെ കാര്യം ഒരു കണ്ടന്റ് നമ്മൾ ഒറ്റ തവണ ഇടാൻ പറ്റുള്ളൂ, പിന്നെ അത് വീണ്ടും ഇട്ടിട്ട് കാര്യമില്ല, കാരണം ആള് കാണാൻ നിൽക്കില്ലല്ലോ. നമ്മൾ ഓരോ ദിവസവും വെറൈറ്റി കണ്ടന്റ് കൊണ്ടുവരണം. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങാൻ സിമ്പിൾ ആണ്, ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഇക്കാനെ ഇന്റർവ്യൂ സമയത്ത് ഇപ്പം ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുന്ന സമയത്ത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് ആളുകള് മെസ്സേജ് ആയാലും സക്സസ് ആവണം എന്നൊക്കെ പറയാം. എനിക്ക് സക്സസ് ആയിട്ട് വരികയാണെങ്കിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ തിരിച്ച് ഓപ്പോസിറ്റും വരും. എന്തുകൊണ്ട് ആളുകളുടെ അങ്ങനെ ഒരു മാറ്റം എങ്ങനെ തോന്നുന്നത്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മുടെ കേസ് മാത്രമല്ല, നമ്മളെ റീസെന്റ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏതൊരു കേസ് അല്ലെങ്കിൽ ഏതൊരു ഇൻസിഡന്റ് എടുത്താലും കോമൺ ആയിട്ട് അങ്ങനെയാണത്. കാരണം ആദ്യം നമ്മളെല്ലാരും നല്ലപോലെ സപ്പോർട്ട് ചെയ്തൊരു ഉയരത്തിലേക്ക് എത്തിക്കും, പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒറ്റയിടലാണ് താഴത്തേക്ക് വലിച്ചിടും. അത് എല്ലാ ഫീൽഡിലും എല്ലാ സ്ഥലത്തും, ഇനിയിപ്പോ ഫിലിം ഫീൽഡ് ആയിക്കോട്ടെ, ഒരു ബിസിനസ് ഫീൽഡ് ആയിക്കോട്ടെ, അത് ഏതൊരു പിന്നെ ഒരു കച്ചവടം ഏതൊരു ഭാഗത്ത് വന്നാലും അതങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു 10 പേരടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ, എന്റെ ഒരു ഒപ്പീനിയൻ ആയിട്ട് 10 പേരടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 9 പേര് നമ്മളെ നെഗറ്റീവ് പറയാനും ഒരാളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആ ഒരാൾ മതി എനിക്ക്. അതാണ് എന്റെ ഒരു ധൈര്യം നമ്മൾ മുന്നോട്ട് പോകും. ചക്കരൊക്കെ എങ്ങനെയാ? നെഗറ്റീവ്സ് നോക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഈ സ്നേഹവും അല്ലെങ്കിൽ സപ്പോർട്ടും ഒക്കെ കിട്ടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ഐ മീൻ ഇപ്പോഴും കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പീക്ക് ലെവൽ കിട്ടിക്കൊണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു, വീടൊക്കെ വെക്കുന്നതിന് മുൻപുള്ള ഒരു ടൈം. സോ വീടിന് ശരിക്കും പറഞ്ഞാൽ വീടിന് മുൻപ് വീടിന് ശേഷം എന്തെടുത്ത് നോക്കണം, ഒരു മാറ്റം മനസ്സിലാവണമെങ്കിൽ അല്ലേ? പറയൂ. ശരിക്കും ചക്കര ഇപ്പൊ സംസാരം ഭയങ്കര കുറവുള്ള പോലെ എനിക്ക് തോന്നണേ. ഇപ്പൊ സംസാരം കൂടിയ പോലെ എനിക്ക് നിങ്ങളെല്ലോണ്ടാവും ഇപ്പൊ കുറച്ച് തോന്നുന്നത്. ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് ഞാൻ കാണിക്കില്ല, ഞാൻ എന്നെ തന്നെ കൂളാക്കും. എനിക്ക് പണ്ടേയുള്ള ശീല. എനിക്ക് ദേഷ്യം വരികയാണെങ്കിലും എനിക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിലും ഞാൻ വേറെ ആരോട് പറയില്ല, എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണം. എന്നിട്ട് ഞാൻ ഇന്ന് തന്നെ ഒരു കുഴപ്പമില്ല, കഴിയും, ഇതിപ്പോ കഴിയും, ഇതിവിടെ അവസാനിക്കും, അങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്നെ കൂളാക്കും. പക്ഷെ അതിലപ്പുറം പോയി കഴിഞ്ഞാൽ പിന്നെ എന്റെ കയ്യിൽ വെക്കില്ല. ദേഷ്യപ്പെട്ട ഏറ്റവും കൂടുതൽ പീക്ക് ലെവലിൽ ദേഷ്യപ്പെടുന്നൊക്കെ ഭദ്രകാൾ. അതാണ് നേരത്തെ പറഞ്ഞത്. ഓക്കെ. പക്ഷെ ദേഷ്യം കൺട്രോൾ ചെയ്യാം. ഇപ്പൊ നമുക്ക് ഈ ചെറുപ്പത്തിലെ നമുക്ക് പ്രഗ്നന്റ് ആവാ, അല്ലെങ്കിൽ ഈ പറയണ ഇതിന്റെ സിറ്റുവേഷനിലൂടെ കടന്നു പോവാന്നൊക്കെ പറയുന്നത് ചില്ലറ കാര്യമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ചോദിക്കട്ടെ? എക്സ്പീരിയൻസ് അത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രസവവും പ്രഗ്നന്റ് ആവലും ഒരു 10 മാസം അങ്ങനെയും, പിന്നെ ഒരു 3 മാസം ഇങ്ങോട്ട് പോവാതെ, പിന്നെ ഇനി ഒരു പ്രായം വരുന്നവരെ നമുക്ക് അല്ലാണ്ട് എവിടേക്കും പോവാൻ പറ്റില്ല, നമ്മുടെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, എപ്പോഴും കൂടെ ഒരാള് വേണം. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഉമ്മക്കുട്ടിയാണോ ആള്? ഞാൻ നോക്കിയപ്പോ ഉമ്മാനെ അതിപ്പോ എന്റെ അടുത്ത് വന്നാൽ കൂടി
2 മിനിറ്റ് അങ്ങനെ നിൽക്കും. എന്നിട്ട് ആളിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ മലന്ന് നോക്കും, ഇത് ആൾ തന്നെയാണോ ചെക്ക് ചെയ്യും, മാറിയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് നോക്കും. നോക്കിയിട്ട് 2 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും ആള് കരയും. കരഞ്ഞ് പിന്നെ ഇവരുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ശരിക്കും ഒരു പെൺകുട്ടികൾ ഉപ്പയോടല്ലേ കൂടുതല്? അല്ല, ഇപ്പൊ അവള് എന്റെ ഒരു ഇതിലാണ്. പക്ഷെ ഇനിയിപ്പോ എന്റെ ആങ്ങളുടെ കുട്ടിയുടെ ഒരു പ്രായം, ഒരു വയസ്സ് ആ ടൈമൊക്കെ ആകുമ്പോ ആണെങ്കിൽ മിക്കവാറും കാക്കുവിന്റെ ഡാഡാസ് പ്രിൻസസ് ആവും. കാരണം അത് അങ്ങനെ വരും. പിന്നെ നമുക്ക് നോക്കാനുള്ള നേരം ഉണ്ടാവും. നമുക്ക് ഇവൾക്കൊരു 1 മാസം ആയാൽ മതി, അല്ല 1 വയസ്സായാൽ മതി, ഇവിടെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കായിരിക്കും. അപ്പൊ പിന്നെ അധികം ഇവരാവും കളിപ്പിക്കുക, ഇവരാവും പുറത്ത് കൊണ്ടുപോവുക. പിന്നെ നമ്മളോട്, അതായത് എപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അമ്മമാരോട് നമ്മൾ എന്ത് ദേഷ്യം പ്രകടിപ്പിക്കും, അച്ഛന്മാരോട് അങ്ങനെ ചെയ്യില്ല. പിന്നെ അവരോട് പ്രത്യേക ഇഷ്ടമായിരിക്കും. കാരണം അവർക്ക് അതിനുള്ള നേരല്ല. നമുക്ക് കാരണം നമ്മളൊരു വീട്ടു ജോലി എടുക്കുന്ന ഉമ്മ അത് വാങ്ങിത്താ, അമ്മ അത് അപ്പൊ നമ്മള് ചിലപ്പോ ദേഷ്യപ്പെട്ടു പോകും. നമ്മൾ ആ ഒരു ഇതില് നിൽക്കുന്ന സമയത്ത് വന്ന് ചോദിക്കും. അപ്പൊ നമ്മള് ദേഷ്യപ്പെടും. അപ്പൊ അവരെ വാപ്പാന്റെ അടുത്ത് പോയി ചോദിക്കുമ്പോ അത് സാധിച്ചു കൊടുക്കും. അപ്പൊ അവർക്ക് അതാണ് ലോകം എന്നുള്ള ഒരു ചിന്ത വരും. ശരിയാ. ഇപ്പൊ ഉപ്പയായ സമയത്തെ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഉമ്മയായ സമയത്ത് ഇവിടെ വല്ല മാറ്റം തോന്നുന്നുണ്ടോ? മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് മേജർ മാറ്റം എന്നുള്ളത് ഉറക്കമൊക്കെ കണ്ട് കുറഞ്ഞു. അത് ഒന്നാമത്തെ കാര്യം. അപ്പൊ നമ്മൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഒരു പ്രായം വരെ ചെയ്തേ പറ്റുള്ളൂ. തുടക്കത്തിലേക്ക് വെച്ച് കഴിഞ്ഞാല് രാത്രിയൊക്കെ ഭയങ്കര കരച്ചിലാണ്. കാരണം ആ ഒരു 40 ദിവസത്തിനുള്ളിലേ ഭയങ്കര കരച്ചില് പിടിവാശിയൊക്കെയാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് വരെ ഇങ്ങോട്ട് പിന്നെ മുന്നേക്ക് ആളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ പിന്നെ അതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടി. അതൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ അതൊക്കെ തന്നെ മെയിൻ ആയിട്ടുള്ള മാറ്റം. അതൊരു ബുദ്ധിമുട്ടൊന്നല്ലോ ഞാൻ പറഞ്ഞത്, ചേഞ്ച് ആണ് പറഞ്ഞത്. നിങ്ങൾ പ്രിപ്പയർഡ് ആയിരുന്നോ ശരിക്കും? കൊച്ചു വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും പ്രിപ്പയർഡ് ഒക്കെ വരായികളൊക്കെ മുന്നേ മനസ്സിലാക്കി വെച്ചു, ഇങ്ങനെയൊക്കെ തന്നെ ആവേ. കാരണം 3 മാസം എന്റെ വീട്ടിലായിരുന്നു. അവരിങ്ങനെ സീൻ കണ്ടപ്പോ ഞങ്ങൾ അപ്പൊ തന്നെ പ്രിപ്പയർഡ് ആയി. അതിങ്ങനെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് എന്ന് മനസ്സിലായി. ഒന്നുമില്ലല്ലോ. പിന്നെ ഇപ്പൊ ഒന്നുറങ്ങി 3ാമത്തെ കുട്ടിയാണല്ലോ. ഉമ്മക്ക് ഭയങ്കര ഹാപ്പി ആയി, കൊച്ചുമക്കളെ കൊണ്ട് അവിടെ വേറെ രസമുണ്ട്. ഞങ്ങളവിടെ പോകുമ്പോ പ്രസവ വാർഡിൽ പോയ കണക്കാണ്. ഒരു കുട്ടി ഉറങ്ങുമ്പോ 2 കുട്ടി ഉറങ്ങുമ്പോ ഒരാൾ ഇനിക്കും, അടുത്ത 2 ആൾ ഉറങ്ങുമ്പോ ഒരാൾ എപ്പോഴും വീട് ഓണായിരിക്കും. ഞാൻ അവിടെ പോകുമ്പോ പറയും, ഇത് മറ്റേ അച്ഛനുറങ്ങാത്ത വീട് എന്ന് പറഞ്ഞാൽ മക്കളുറങ്ങാത്ത വീട് എന്ന് പറഞ്ഞാൽ ഒരു കഥയാണ്. അവിടെ എപ്പോഴും കുട്ടികളായിട്ട് നല്ല രസമാണ്. പക്ഷേ ഇത് ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഭയങ്കര ആ സമയത്ത് ആള് പ്രഗ്നന്റ് ആയപ്പോഴും ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യായിരുന്നു എന്നൊക്കെ. ആളുടെ ഒരു സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. കാരണം അല്ല അങ്ങനെയല്ല, നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. എന്നോട് പറഞ്ഞിരുന്നു എന്താ വേദന ഇല്ല, പ്രസവത്തിന് വേദന ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. നല്ല വേദന ഉണ്ടാവും, നല്ല പോലെ ഉണ്ടാവും. പക്ഷെ എനക്ക് മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നു. ഞാൻ പ്രസവിച്ചില്ല, അപ്പൊ അന്നിങ്ങോട്ട് ഇതാണ് സ്ഥിരം പെൺകുട്ടികൾ അങ്ങോട്ട് പ്രസവിച്ചില്ല, അപ്പൊ അന്നിങ്ങോട്ട് പറ്റും. ഞാൻ പിന്നെയും കുറച്ചൊക്കെ വേദന കടിച്ചു പിടിച്ച് എന്റെ അതില് നിർത്തും. ഭാവിക്ക് ഒട്ടും പറ്റാത്ത ആളാ. അതുകൊണ്ട് പിന്നെ ഭാവി അറിയും ഞാൻ പിടിച്ചു, ഞാൻ എന്തായാലും പ്രസവിച്ചില്ല, അപ്പൊ അന്നിങ്ങോട്ട് എന്തായാലും പറ്റും. അപ്പൊ നോക്കണ്ട. ഡെലിവറി എങ്ങനെയായിരുന്നു ശരിക്കും? ഓർമ്മയൊക്കെ ഉണ്ട്. ഞാൻ സ്യൂട്ട് റൂമിൽ കയറിയല്ലോ. ഞാനുള്ളപ്പോ ഞാൻ സ്യൂട്ട് റൂമിൽ കയറി. കാരണം കയറിയെന്ന് വെച്ചാല് ഒന്നാമത് കാര്യം വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ, നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാര് എങ്ങനെയാണ് ഒരു ജന്മം നൽകിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് എനിക്കത് എങ്ങനെയാന്ന് ആഗ്രഹമല്ല കേട്ടോ, അതെങ്ങനെ അറിയാനുള്ളൊരു ക്യൂരിയസ് ഉണ്ടായിരുന്നു. അതൊന്ന് കയറി. പിന്നെ അതിലുവരെ ഇവൾക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുവെച്ചാല്, അല്ലെങ്കിൽ അവൾക്ക് ഇപ്പൊ അതൊരു ഞാൻ ഇപ്പൊ എനിക്കെന്തെങ്കിലും ആ ഒരു ടൈമില്, ആ ഒരു ഡെലിവറി ടൈമില് ഏറ്റവും പുണ്യമായ, എനിക്കൊന്ന് ഭൂമിയിൽ ഏറ്റവും പുണ്യമായ ഒരു കാര്യമാണ് ഒരു കുട്ടിക്ക് ഒരു പെണ്ണെന്ന സ്ഥിതിക്ക് ജന്മം കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ആ ടൈമിൽ എനിക്കെന്തെങ്കിലും എന്നെ പറ്റി ഇപ്പൊ ചെയ്യാൻ പറ്റിയാല് അതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ കയറുന്നത്. അപ്പൊ കയറി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 8-10 മണിക്കൂറോളം കണ്ടിന്യൂസ് ലേബർ റൂമിൽ ഞാൻ ആളൊപ്പം തന്നെ ഉണ്ടായിരുന്നു. രാവിലെ കയറിയിട്ട് പിന്നെ രാവിലെ ഒരു 10-11 മണിക്ക് കയറിയിട്ട് ഡെലിവറി നടക്കുന്നത് രാത്രി 9:15 അതിനുശേഷവും ഡ്രസ്സിങ്ങും എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു 11 മണിക്കാണ്. അപ്പൊ ആ ഒരു ടൈം വരെ ഞാൻ ആളുടെ കൂടെ ഉള്ളിലുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ നമ്മളോട് ഇങ്ങനെ മാക്സിമം ഓരോന്ന് പറയുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടായാലും ഓരോന്ന് ഫുഡ് കാര്യങ്ങൾ കൊടുത്തിട്ടായാലും ഹൈഡ്രേറ്റ് ചെയ്യാനുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ ആൾക്കാർ ടെൻഷൻ ഫ്രീ ആയിക്കോട്ടെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ടെൻഷൻ അവിടെ നേഴ്സുമാരെന്താ പറഞ്ഞെന്ന് അറിയോ? ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഭർത്താവിനെ കാണുന്നത് സ്യൂട്ട് റൂമിൽ കയറിയിട്ട്. ഞാൻ അവിടെ വേദനിച്ചിട്ട് അങ്ങ് മരിക്കുവാനായി നിൽക്കുക. അപ്പുറത്ത് നിന്ന് ചായയും വരുമ്പോഴിരുന്നു. ഞാനേ 10 മണിക്ക് കയറിയതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. പിന്നെ വിചാരം എന്താണ്,
ഡോക്ടർ അവിടെ നിന്ന് സിസ്റ്റർ വിളിച്ചു. പിന്നെ ഷാനാന്റെ കൂടെ ഉള്ള ഹസ്ബൻഡ് ഉള്ളിലേക്ക് വരാൻ പറഞ്ഞൊരു 10 മണിയായപ്പോൾ ഞാൻ രാവിലെ ഉള്ളിലോട്ട് കയറി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പൊ ആ ഒരു ടെൻഷനുണ്ട് ഉള്ളിൽ. ഇപ്പൊ കഴിയും, എന്താവും, റെഡിയാവും, ഇപ്പം പിന്നെ നോർമൽ ഡെലിവറി ആവോ സി സെക്ഷൻ ആവോ എനിക്ക് അറിയില്ലല്ലോ. അതില് വിളിച്ച അവിടെ തന്നെ ഞാൻ ഉള്ളിലേക്ക് കയറി. ഒരു 10-12 മണിയായപ്പോഴും എനിക്ക് വയറുവശം, നല്ല വയറുവശമൊക്കെ ഉണ്ട്. അവിടെ പ്രസവം എടുത്ത് വീടോടെ കിടക്കുന്നുണ്ട്. നല്ല വയറുവശമൊക്കെ ഉണ്ട്. അതിൽ ഇവൾക്ക് എന്ത് ചെയ്തു, എന്റെ ഉപ്പ പോയിട്ട് ഇവൾക്ക് കുടിക്കാൻ വേണ്ടിട്ട് കഞ്ഞിയും എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കൊടുന്നു. അതിൽ ഇവള് കുറച്ച് കുടിച്ചിട്ട് അവിടെ വെച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോ ഒന്നും നോക്കില്ല. എനിക്കാണെങ്കിൽ വയറുവശം കണ്ണിൽ ഇരുട്ട് കയറി. ഞാൻ പറഞ്ഞു ഈ ഒരു പണിയിൽ അവിടെ കിടന്നോ, ഞാൻ ഇതൊക്കെ ഒന്ന് കഴിക്കാന്ന് പറഞ്ഞു. ഞാൻ കഞ്ഞി കുടിച്ച് ലേബറില്ല, നല്ല വിഷം വയറിനറിയപ്പോ ഡെലിവറി അടക്കാൻ പോകും. പിന്നെ മനസ്സിൽ കുറെ പെരുവർത്തു. വയറിനറിയില്ലല്ലോ വിശക്കരുത്, ഡെലിവറി ചെയ്യാൻ പോവാണ് വൈഫിന്, വയറിനറിയില്ലല്ലോ. അല്ല അപ്പൻ കഞ്ഞി കുടിക്കുന്ന സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാ. അങ്ങനെ ഞാൻ ഒക്കെ കടിച്ചു പിടിച്ച് അത്ര നേരം നിന്ന്. പക്ഷെ ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുമ്പോഴാ ചായയും മറ്റേതൊക്കെ കഴിച്ചോണ്ടിരിക്കും. 6-6 മണിയൊക്കെ ആയപ്പോ ചായ കുടിക്കണം തോന്നി. എന്നോട് ഡോക്ടർ ഒന്നും അധികം സംസാരിക്കണില്ല കേട്ടോ. കാരണം എനിക്ക് വേദന ആയതുകൊണ്ട് ഞാൻ ആരോട് സംസാരിക്കാൻ പോകണമെന്നില്ല. പിന്നെ ഇവരോടാണ് ഡോക്ടർ എല്ലാം പറയുന്നത്. അപ്പൊ പറഞ്ഞ് 6 മണി 5 മണിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഡെലിവറി ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ 5 മണി ഞാൻ ഇപ്പൊ എന്റെ മനസ്സിൽ 5 മണിക്ക് ഞാൻ ഡെലിവറി ആവും, അതുവരെ സഹിച്ചാൽ മതി. 5 മണി വരെ എന്താണ് ഡെലിവറി? ഓരോ ടൈമില് ഡോക്ടർ വരും. വന്നിട്ട് ഞാനവിടെ എന്താ ഇങ്ങനെ നിൽക്കും. ഞാൻ ഡോക്ടർ പറയും പേടിക്കണ്ട നോർമൽ തന്നെയാവും, നോർമൽ ഡെലിവറി തന്നെയാവും, ധൈര്യമായിട്ടിരിക്കുന്നത്. ഡോക്ടർ പോകും. അത് കഴിഞ്ഞ് വീണ്ടും അവരുടെ രീതികൾ കാര്യങ്ങളൊക്കെ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. വീണ്ടും ഡോക്ടർ വരും, പേടിക്കണ്ട റെഡിയാവും പറയും. അപ്പൊ നമുക്ക് ആ ഒരു ഹോപ്പിൽ എങ്ങനെ നിൽക്കുകയാണ്. ലാസ്റ്റ് 8:30 മണിയൊക്കെ ആയപ്പോ 8:30 മണിയൊക്കെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് കുറച്ചൊരു അരമണിക്കൂർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, അതിലും ആയില്ലെങ്കിൽ പിന്നെ സി സെക്ഷൻ ആവേണ്ടി വരും എന്ന് പറഞ്ഞു. അവിടെ ഞാൻ വിചാരിച്ചു ഇത്രയും പിന്നെ ബുദ്ധിമുട്ടി ഇത്രയൊക്കെ ചെയ്തു നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇത്രയും ടൈമും ചെയ്തിട്ട് സി സെക്ഷനോട് ആയാലും ഇനിയിപ്പോ എന്താ അവസ്ഥ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി സെക്ഷൻ ആയി കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു പിന്നെ കുറച്ച് നാളത്തേക്ക് നല്ല കെയർ ചെയ്യേണ്ടി ഒരു ഉണ്ടാവും. അപ്പൊ എന്റെ ഒരു വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഉള്ളത് കൊണ്ട് എങ്ങനെയും നോർമൽ ഡെലിവറി ആക്കുക എന്നുള്ളതാണ്. കാരണം ആ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ കുറെ മോട്ടിവേറ്റ് ചെയ്തു, അത് പറഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ടൊക്കെ കുറെ എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ഞാൻ ചെയ്തു. ഈ സമയത്ത് മോട്ടിവേഷൻ ഇങ്ങനെ ചെയ്താൽ എന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ട് അവിടെ നിന്ന് എനിക്ക് വയ്യ പറഞ്ഞിട്ട് ഞാൻ എന്നെ കൊണ്ട് പറഞ്ഞിട്ട് പറ്റായൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ് എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു പെട്ടെന്ന് മറ്റു സാധനങ്ങളൊക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ എടുക്കുക പറഞ്ഞു. അപ്പോഴും മനസ്സിലായി ഏതായാലും നോർമൽ ഡെലിവറി ഒക്കെ റെഡി ആവുമെന്ന് പറഞ്ഞു. ടൈം ആയപ്പോ തന്നെ ഒക്കെ ബേബി നമ്മളൊന്ന് ചെറുതായിട്ട് ആദ്യം പേടിപ്പിച്ചായിരുന്നു. കരഞ്ഞില്ലേ? ഡെലിവറി കഴിഞ്ഞപ്പോൾ കുട്ടി കരഞ്ഞില്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.